Welcome students. I am Reshma, represent Department of Computer Application, Don Bosco College, Kottayam. Today we are trying to deal with another type of problems in duality. That is duality problems part 2. That is, let's consider the problem. Maximize z is equal to 4x1 plus 2x2 subject to the constraints minus x1 minus x2 less than or equal to minus 3 minus x1 plus x2 greater than or equal to minus 2 and x1 x2 greater than or equal to 0. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ എന്താണ്? മാക്സിമൈസേഷൻ ആണ്. നമ്മളുടെ വേരിയബിൾസ് ഏതൊക്കെയാണ്? ഡിസിഷൻ വേരിയബിൾസ് x1 ആൻഡ് x2 ആണ്. ഇനി കൺസ്ട്രെയിൻസ് നോക്കുമ്പോൾ കൺസ്ട്രെയിൻസിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെയാണ് ഈ പ്രോബ്ലത്തിന് നമ്മൾ തൊട്ട് മുമ്പ് സെഷൻ നമ്മൾ ചെയ്ത പ്രോബ്ലമായിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു മാക്സിമൈസേഷൻ ഒപ്റ്റിമാലിറ്റി കണ്ടീഷനുള്ള പ്രോബ്ലത്തിൽ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ മാക്സിമൈസേഷൻ ആയിട്ട് വരുന്ന പ്രോബ്ലത്തിൽ കൺസ്ട്രെയിൻസിൻ്റെ എല്ലാം ഇനീക്വാളിറ്റി എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അറ്റ് ദ സെയിം ടൈം ഈ തന്നിട്ടുള്ള പ്രോബ്ലത്തിനെ സംബന്ധിച്ച് ഇവിടുത്തെ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് ഇനീക്വാളിറ്റി ഏതാണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് അല്ലേ? സോ ആ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്ത് എന്താക്കി മാറ്റണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇനീക്വാളിറ്റി ആക്കി മാറ്റിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ തന്നിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ ഡുവൽ പ്രോബ്ലം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഈ തന്നിട്ടുള്ള നമ്മളുടെ ഒറിജിനൽ ഡേറ്റ നമുക്ക് പ്രൈമറി ആയിട്ട് തന്നിരിക്കുന്ന ഈ ഡേറ്റയാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ പ്രൈമൽ പ്രോബ്ലം ആൻഡ് വി ഹാവ് ടു കൺവേർട്ട് ദിസ് പ്രോബ്ലം ടു ഡുവൽ പ്രോബ്ലം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇവിടുത്തെ സെക്കൻഡ് കൺസ്ട്രെയിൻ ആയ അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇനീക്വാളിറ്റി വരുന്ന കൺസ്ട്രെയിൻ നമ്മളൊന്ന് കൺസിഡർ ചെയ്താൽ ഈസ് കൺസിഡർ മൈനസ് x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 2. ഈ കൺസ്ട്രെയിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഇനീക്വാളിറ്റി ഏതാണ്? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ നമ്മളുടെ ജനറൽ ഇൻസ്ട്രക്ഷൻ അത് പറഞ്ഞത് ഇൻ ഓർഡർ ടു ചേഞ്ച് ദ ഇനീക്വാളിറ്റി നമുക്ക് റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ തന്നിട്ടുള്ള കൺസ്ട്രെയിനെ -1 കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ -1 എന്നതിൻ്റെ കോൺസ്റ്റൻറ്റ് കൊണ്ട് തന്നിട്ടുള്ള കൺസ്ട്രെയിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇനീക്വാളിറ്റി എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. സോ ഈ തന്നിട്ടുള്ള കൺസ്ട്രെയിൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ക്യാൻ ബി മൾട്ടിപ്ലൈഡ് വിത്ത് -1 എന്നൊരു കോൺസ്റ്റന്റ് നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത് ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് തമ്മിലാണ്? -1ഉം ഈ ഓരോ വേരിയബിൾസിൻ്റെയും കോഎഫിഷ്യൻസ് എന്നത് ദാറ്റ് ഈസ് ഈ x1ൻ്റെ കോഎഫിഷ്യൻ ഏതാണ്? -1. അത് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എഗെയിൻ x2ൻ്റെ കോഎഫിഷ്യൻ ഏതാണ്? +1. അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലെ കോഎഫിഷ്യൻ അഥവാ കോൺസ്റ്റന്റ് ഏതാണ്? -2. -2 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇനീക്വാളിറ്റിയെ റിവേഴ്സ് ചെയ്യുക. therefore -1 into -1 become 1x1. again +1 into -1 is -1x2. ഇവിടെ ഇനീക്വാളിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സ് ചെയ്യും. therefore ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 into -1 it is 2. therefore നമ്മളുടെ പ്രൈമൽ കൺസ്ട്രെയിനകത്തെ സെക്കൻഡ് കൺസ്ട്രെയിൻ എങ്ങനെയായിട്ട് മാറി? ദാറ്റ് ഈസ് ഈ -x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 എന്ന് പറയുന്ന കൺസ്ട്രെയിൻ എങ്ങനെ മാറി? 1 എന്ന് പറയുന്ന എഴുതിയില്ല സാരമില്ല. 1 എന്ന് പറഞ്ഞാൽ വാല്യൂ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 1 into x1 എന്ത് തന്നെയാണ്? x1 തന്നെയാണ്. -1 into x2 എന്ത് തന്നെയാണ്? -x2 തന്നെ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? 1 എന്ന് പറയുന്ന ആ വാല്യൂ നമ്മളങ്ങ് അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബിക്കം x1 minus x2 less than or equal to 2. that is ഇവിടുത്തെ -x1 plus x2 greater than or equal to -2 എന്ന് പറയുന്ന കൺസ്ട്രെയിൻ എങ്ങനെയായിട്ട് മാറി? x1 minus x2 less than or equal to 2 ആയിട്ട് മാറി. therefore നമ്മളുടെ പ്രൈമൽ പ്രോബ്ലം നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈമൽ പ്രോബ്ലത്തെ ഒന്നുകൂടെ നമ്മൾ മോഡിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ ബിക്കം മാക്സിമൈസ് z is equal to 4x1 plus 2x2 subject to the constraint. first constraint മാറ്റമൊന്നുമില്ല. therefore -x1 minus x2 less than or equal to -3. again second constraint ഏതെടുത്ത് എഴുതണം? x1 minus x2 less than or equal to 2 and the non-negativity condition x1 and x2 greater than or equal to 0. ഇനി ചെയ്യാൻ നമുക്കറിയാം അല്ലേ? എന്ത് ചെയ്യണം? ഇതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എഴുതണം. therefore the matrix representation become എങ്ങനെയാവുന്നത്? maximize z is equal to x1ൻ്റെ കോഎഫിഷ്യൻ്റ് x2ൻ്റെ കോഎഫിഷ്യൻ്റ്. 4 represents the coefficient of x1 and 2 represents the coefficient of x2. again subject to constraints in the coefficient matrix ഏതൊക്കെ വരും? -1 -1 1 -1
ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ഫസ്റ്റ് കോളം x1ൻ്റെ കോഎഫിഷ്യനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, സെക്കൻഡ് കോളം x2ൻ്റെ കോഎഫിഷ്യൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. therefore അതങ്ങനെ എഴുതി. പിന്നെ നമ്മൾ ഡിസിഷൻ വേരിയബിൾസിനെ വെർട്ടിക്കലായിട്ട് എടുത്തെഴുതി. അവിടുത്തെ ഇൻഈക്വാളിറ്റീസ് രണ്ടും ഏത് തന്നെയാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. therefore ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോൺസ്റ്റന്റ് വാല്യൂസ് -3 and 2. therefore ഇതാണ് എന്ത് നമ്മുടെ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. എന്ത് ചെയ്യുക, ഇത് ഉപയോഗിച്ച് നമ്മൾ ഡുവൽ പ്രോബ്ലത്തിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എഴുതുന്നു. ആ ചേഞ്ച് എങ്ങനെയാണ് വരുന്നത്, ദാറ്റ് ഈസ് മിനിമൈസ് z ഡാഷ് ഇസ് ഈക്വൽ ടു, ഈ 4 2 പകരം ഏത് മെട്രിക്സ് റീപ്ലേസ് ചെയ്യണം, കോൺസ്റ്റന്റ് മെട്രിക്സിനെ റീപ്ലേസ് ചെയ്യാം. therefore -3 2 എന്നുള്ളതായിരിക്കും എന്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആയിട്ട് വരുന്നത്. വേരിയബിൾസ് ഇവിടുത്തെ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ വേരിയബിൾസ് x1 x2 ആയതുകൊണ്ട് തന്നെ ഡുവൽ പ്രോബ്ലം നമ്മൾ മാറ്റി എഴുതുന്നു. ഇറ്റ് ബി y1 y2. എന്ത് നിങ്ങളുടെ കൺവീനിയൻസ് വെച്ച് എന്ത് വേണമെങ്കിലും എഴുതാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് y1 y2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. സബ്ജക്റ്റ് ഇത് കൺസ്ട്രെയിൻസ്. എങ്ങനെ എഴുതാം, ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ എന്ത് ട്രാൻസ്പോസ്, ദാറ്റ് ഈസ് ഫസ്റ്റ് റോ അവിടെ പോകുമ്പോൾ എന്താകും, ഫസ്റ്റ് കോളമായിട്ട് മാറും. therefore ഇവിടുത്തെ ഫസ്റ്റ് റോ ആയ -1 ഇവിടെ വരുമ്പോൾ എന്താവും, വെർട്ടിക്കലായിട്ട് എഴുതണം -1 -1. എഗെയിൻ സെക്കൻഡ് റോ 1 -1 എന്നുള്ളത് അവിടുത്തെ സെക്കൻഡ് കോളമായിട്ട് മാറും. ഇനി അവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് ഏതൊക്കെയാണ്, y1 ഉം y2. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് കോളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, y1ൻ്റെ കോഎഫിഷ്യൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, സെക്കൻഡ് കോളം y2ൻ്റെ കോഎഫിഷ്യൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെ അത് നമ്മളിവിടെ എഴുതുക y1 y2. ഇവിടുത്തെ ഇൻഈക്വാലിറ്റി ഏതായിരുന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിരുന്നത് കൊണ്ട് ഇവിടുത്തെ ഇൻഈക്വാലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഓട്ടോമാറ്റിക് മിനിമൈസേഷൻ ആകുമ്പോൾ ഇൻഈക്വാലിറ്റി റിവേഴ്സ് എന്തായിട്ട് മാറും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. ഇനി കോൺസ്റ്റന്റ് മെട്രിക്സിൻ്റെ സ്ഥാനത്ത് അവിടെ എന്ത് എഴുതണം, പ്രൈമൽ പ്രോബ്ലത്തിലെ കോഎഫിഷ്യൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസ് എഴുതുക, ദാറ്റ് ഈസ് 4 2. ഇനി എന്തെഴുതാം, ഈ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്തെഴുതാം, നമ്മളുടെ ഡുവൽ പ്രോബ്ലം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ദാറ്റ് ഈസ് മിനിമൈസ് z dash is equal to -3y1 plus 2y2 subject to the constraints. ഏതൊക്കെയാണ്, -1y1 plus y2 greater than or equal to 4. again -y1 minus y2 greater than or equal to 2 and decision variables y1 and y2 greater than or equal to 0. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമുക്ക് തന്നിട്ടുള്ള പ്രൈമൽ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡുവൽ പ്രോബ്ലത്തിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമൽ LPP കറസ്പോണ്ട് പ്രൈമൽ LPP ആദ്യം നമുക്ക് ഒറിജിനൽ പ്രൈമൽ LPP എങ്ങനെയായിരുന്നു, അവിടുത്തെ ഇനീക്വാളിറ്റീസ് മാക്സിമൈസേഷൻ വരുമ്പോൾ, മാക്സിമൈസേഷൻ ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ വരുമ്പോഴുള്ള ഇനീക്വാളിറ്റീസ് എല്ലാം എന്തായിരുന്നില്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ആ ഒരു കൺവെൻഷൻ കൺസ്ട്രെയിൻസിൻ്റെ ഇനീക്വാളിറ്റീസിനെ എന്ത് ചെയ്തു, ആദ്യം കറക്റ്റായിട്ട് ഓർഡറിലാക്കി എഴുതി. അതിനുശേഷം ആ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ കറക്റ്റ് പ്രൈമൽ ഫോർമാറ്റിൽ കിടന്ന പ്രൈമൽ LPPയുടെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എഴുതുകയും ആ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ്റെ ഡുവൽ ഫോർമാറ്റ് എഴുതി. അതിനുശേഷം എന്ത് ചെയ്തു, ആ ഡുവലിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ഒറിജിനൽ ഡുവൽ LPP എഴുതുകയും ചെയ്തു. സോ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ലെക്ചർ നോട്ട്സ് ആയിട്ട് എഴുതി എനിക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ. താങ്ക് യു.